ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലുള്ള കേട്ടോ, എൻ്റെ ട്വിന്നിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ അവളുടെ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കാൻ പോയിട്ടുണ്ടായിരുന്നു, ഒരു 3 ദിവസം നിൽക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. പിന്നെ ഉണ്ടല്ലോ, ഞാൻ എപ്പോഴൊക്കെയാലും ട്വിൻ എന്ന് പറയുമ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ട് എൻ്റെ ഒറിജിനൽ ട്വിൻ ആണോന്ന്. എനിക്കതിന് ഒറിജിനൽ ട്വിന്നൊന്നും ഇല്ല ഗൈസ്, ഇതെൻ്റെ ഫ്രണ്ടാണ്. ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമ്മുടെ പുത്തൻ സബ്സ്ക്രൈബേഴ്സിന് അത് കാണുമ്പോൾ ഡൗട്ട് അടിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ് ഇത് എൻ്റെ ഫ്രണ്ടാണ്, ട്വിന്നൊന്നുമില്ല ഗൈസ്. പിന്നെ വീഡിയോ ഉണ്ടല്ലോ, ഞാൻ ഈക്വൽ എടുത്തില്ല കേട്ടോ, 2025 എടുത്തിട്ടുണ്ടായാണ്. അപ്പോഴാട്ടോ ഞാൻ അവിടെ നിൽക്കാൻ പോയിട്ടുണ്ടായിരുന്നത്, ഡിസംബർ അവസാനം ആ ഒരു ടൈമിലാട്ടോ എടുത്തിട്ടുണ്ടായേ. എനിക്ക് എന്താണെന്ന് അറിയില്ല ഗൈസ്, ഞാൻ ഇവളുടെ വീട്ടിൽ പോയാൽ അതേ വീഡിയോ എടുക്കാറുള്ളത്, അതുകൊണ്ട് എനിക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇടാൻ തോന്നില്ല. അതിൽ പ്രത്യേകിച്ചൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇതിൻ്റെ തലേ ദിവസം തന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ കാണിക്കാനൊക്കെ ഉണ്ടായിരുന്നു, കാരണം ഞങ്ങൾ പാടത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് എന്താ വീഡിയോ എടുക്കാൻ തോന്നിയില്ല. എനിക്ക് എന്താണെന്ന് അറിയില്ല, ട്വിന്നിനെ കണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ തോന്നില്ല. ഏതായാലും തലേ ദിവസം ഇന്നത്തെക്കുറിച്ച് നല്ല പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ എഴുന്നേൽക്കുന്നു, ഇവിടെ പാടണം കേട്ടോ, ഇവിടെ വീടിൻ്റെ മുന്നിലായിട്ട് കുറച്ച് നടന്നാൽ മതി. പാടത്താണ് നല്ല രസമാണ് രാവിലെ പോകാനും വൈകുന്നേരമൊക്കെ പോയിരിക്കാൻ വേണ്ടിയിട്ട്. വൈകുന്നേരം ഞങ്ങൾ എപ്പോഴെങ്കിലും പോയിരിക്കാറുണ്ട് ഞാൻ അവിടെ പോകുമ്പോൾ, പക്ഷേ രാവിലെ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ രാവിലെ പോകണമെന്ന് ഭയങ്കര പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ എന്നത്തെ ഒരു മടിയായിട്ട് കിടന്ന് ഉറങ്ങി. പ്രത്യേകിച്ച് അവൾ ഗൈസ്, അവൾ ഭയങ്കര മടിച്ചാണ്, എൻ്റെ മാതിരിയൊക്കെ തന്നെ. അപ്പോൾ ഏതായാലും നമുക്കിന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ അവളാണ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തന്നത്. ഒറ്റ ദോശയല്ല കേട്ടോ, അവൾ അടുപ്പത്ത് വേറിട്ടേക്കണേണ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ അപ്പോൾ ഫ്രഷ് ആയിട്ട് കഴിക്കണേണ്. ഇത് അവളുടെ വക സ്പെഷ്യൽ ചമ്മന്തിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ സാമ്പാറോട് ഇങ്ങനെ കുറച്ചെടുക്കുക, അതിലിങ്ങനെ ഉപ്പിടാൻ, എന്നിട്ട് അവളിങ്ങനെ ഓയിൽ ഒഴിച്ച് കൊടുക്കണേണ്. ഇതാണ് അവളുടെ സ്പെഷ്യൽ ചമ്മന്തി. പക്ഷേ എനിക്ക് സംഭവം അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ദോശക്ക് കൂടുതൽ ഇഷ്ടം സാമ്പാറാട്ടോ. പക്ഷേ ഇവളുടെ അമ്മ തേങ്ങ കൊണ്ടൊരു ചട്നി ഉണ്ടാക്കും കേട്ടോ, അത് നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് ഇതിൻ്റെ പിറ്റേ ദിവസം ദോശ കിട്ടിയപ്പം ആ ചട്നി ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്നാണെന്നുണ്ടെങ്കിൽ 2 ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് വൺ വരുന്നത് നമ്മുടെ ദോശയായിരുന്നു, അത് ഫുള്ളും ട്വിന്നിൻ്റെ സ്പെഷ്യലായിരുന്നു. പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പുട്ടായിരുന്നു, പുട്ടും കടലായിരുന്നു കേട്ടോ. അതെനിക്ക് അവളുടെ അമ്മ ഉണ്ടാക്കി തന്നെയാണ്. എനിക്ക് ആ പുട്ടും ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു, കാരണം ഈ പുട്ട് പൊതുവെ ഇഷ്ടമല്ലാത്ത സംഭവമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണെന്ന്. അപ്പോൾ ട്വിൻ പറഞ്ഞ് അത് കടയിൽ നിന്ന് മേടിക്കുന്ന പൊടി ആയതുകൊണ്ടാണ് അത്ര നല്ല സോഫ്റ്റ് എന്ന്. ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ കണ്ടുപിട്ടിയാലും ഞങ്ങൾ വെറുതെ ഇരുന്ന് ടൈം കളയും കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ വിചാരിച്ച് നല്ല കുറേ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന്. കുറേ നാളായി നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. പിന്നെ ഇത് ഞാൻ അവൾക്ക് ക്രിസ്മസിന് കൊടുത്തിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റിലുണ്ടായിരുന്ന റീത്താണ്, മറ്റേ പൈപ്പ് ക്ലീനർ വെച്ചുണ്ടാക്കിയിട്ടുണ്ടായിരുന്ന റീത്താട്ടോ. അത് അവളപ്പോൾ തന്നെ അവളുടെ വാതിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കഷ്ടപ്പെട്ട് ഒട്ടിച്ചാണ്, ഫിവിക്കോളൊക്കെ വെച്ച് ഒട്ടിച്ചേട്ടോ, എന്നാലും അവിടെ ഇരിപ്പുണ്ട് എന്തായാലും. അതിൻ്റെ ഇടയ്ക്ക് അവളത് ബോർബോണൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ആദ്യം എടുത്ത ലുക്ക് അത്രക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് അവളുടെ ഡ്രസ്സൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് ആ ലുക്ക് അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞങ്ങൾ ലുക്ക് ഒന്ന് മാറ്റി പിടിച്ച്. ഇവളുടെ ഡ്രസ്സൊന്നും മിക്കത് എനിക്ക് പാകമാവണില്ല. ഇവളുടെ മിക്കതും പണ്ടത്തേക്കാ ടൈപ്പ് ഡ്രസ്സാണ്, അതുകൊണ്ട് എനിക്ക് വളരെ ടൈറ്റാണ്. അപ്പോൾ എനിക്കൊന്നും കയറാത്തതുകൊണ്ട് ഈ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, അവൾ റീസെൻ്റായിട്ട് മേടിച്ചതാണ് അവളുടെ ചേച്ചീൻ്റെ എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അതെനിക്ക് കുറച്ച് ഭാഗമായിട്ടുണ്ടായിരുന്നു, എന്നാലും ടൈറ്റ് ആയിരുന്നു കേട്ടോ. എന്നാലും അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിടും. എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് അറിയും, ഞാൻ ഈ ഡ്രസ്സ് അവളുടെ നിന്ന് അങ്ങനെ നൈസായിട്ട് അടിച്ചാറ്റി. വേറെ എന്തിനല്ല, എനിക്ക് ജനുവരി ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. മിക്കവാറും നിങ്ങൾ ചിലപ്പോൾ ഷോർട്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഡ്രസ്സ് അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു കല്യാണത്തിന് ഒരുങ്ങിയേക്കാളും നല്ലത് ഈ ദിവസം ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഈ സംസാരിക്കാൻ വന്നിട്ടാണെങ്കിൽ വീഡിയോയിൽ കാണിക്കണമെന്നുണ്ട്, പക്ഷേ ഉണ്ടല്ലോ ഫാൻ ഓണാക്കി വെച്ചിട്ടാണ് സംസാരിക്കേണ്ടായിരുന്നു, മൈക്ക് വെച്ചിട്ടുണ്ടായില്ല. അതുകൊണ്ട് ഫുൾ കാറ്റിൻ്റെ ശബ്ദം വേണം. ജസ്റ്റ് ഒന്ന് നിങ്ങൾ കേൾപ്പിച്ചു തരട്ടെ അങ്ങനെ ഇരിക്കുന്നു. പാട്ട് ഏതാണ് കൃത്യമില്ലാത്തത്, ശ്രുതിയും താളോ ഓളവും ഇല്ലാത്തത് കോപ്പറേറ്റ് എടുക്കില്ല. അതുകൊണ്ടാണ് ഇതിനെ പാടുകളാണ് സമയത്ത്. യെസ് ഗൈസ്, കുറേ കയ്യിൽ എൻ്റെ ട്വിന്നിൻ്റെ കാളരാഗമായിരുന്നു. ഈ ട്വിന്നിൻ്റെ ഒറിജിനൽ പേര് ഞാൻ പറയാം, ശ്രുതി എന്നാണ് കേട്ടോ. ചിലപ്പോൾ ഞാൻ വീട്ടിൽ ശ്രുതി എന്നായിരിക്കും പറയണ്ടാവുക. പുള്ളിക്കാരുടെ പേര് ശ്രുതി എന്നാണെന്നുണ്ടെങ്കിലും പേരിൽ മാത്രമേ ഉള്ളൂ, പാട്ടിൽ ശ്രുതിയൊന്നും ഇല്ല കേട്ടോ. ചുറ്റൊന്നും പറയാനുള്ള കേസ്, എൻ്റെ പാട്ടിലും ശ്രുതിയൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ പാട്ടേ പാടാറില്ല. പാടിയിട്ടുണ്ടെങ്കിൽ തന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുന്നിലായിരിക്കും അവർ ഇറങ്ങി ഓടിയിട്ടുമുണ്ട്. ഉച്ചയ്ക്ക് ഏതായാലും അങ്ങനെ നല്ല ഫുഡൊക്കെ കഴിച്ചു. ചോറ്, സാമ്പാർ, പിന്നെ ഈ കൊണ്ടാട്ടൂല്ലേ പാവയ്ക്കേൻ്റെ, അതും പപ്പടമൊക്കെ ഉണ്ടായിട്ടോ. അതൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിച്ചു. പിന്നെ അതിൽ കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടായിട്ടോ. എനിക്ക് കണ്ണിമാങ്ങ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ട്വിന്നിൻ്റെ വീട്ടിൽ പോകുമ്പം എനിക്ക് കണ്ണിമാങ്ങ അച്ചാർ എപ്പോഴേക്കെങ്കിലും കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ ഇത് വേറെ ഒന്നുമല്ല, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി പൊട്ടിയിടുന്നതാട്ടോ. എല്ലാവരും കാണുക, പുള്ളിക്കാരി ഫുൾ പൊട്ടിയിട്ടാണ് നടക്കുന്നത്. സത്യം പറഞ്ഞാൽ പുള്ളിക്കാരി തീരെ പൊട്ടിയിടാറില്ല കേട്ടോ. വല്ലപ്പോഴൊക്കെ ഇത്തിരി ഒരുങ്ങിയിട്ടൊക്കെ കാണാൻ വഴിയുള്ളൂ. ഇപ്പം തന്നെ കണ്ടത് ഇനിയിപ്പോൾ ഇങ്ങനെ ഒരുങ്ങി കണ്ടാൽ അടുത്ത വർഷമൊക്കെ ഇരിക്കും ഇങ്ങനെ ഒരുങ്ങി കാണാൻ പറ്റുന്നുണ്ടാവുക. അതങ്ങനെയാണ്. നേരത്തെ കണ്ട വേറെ ഒന്നുമല്ല, എൻ്റെ ആണെന്നാലും ഫേസ് സ്കാനയുടെ ഒരു ടിൻറ്റഡ് മോയ്സ്ചറൈസർ ഉണ്ടായിരുന്നു. എൻ്റെ ഷെയ്ഡിനത് തീരെ മാച്ചിങ് അല്ല. അപ്പോൾ ഞാൻ അവൾക്ക് കൊണ്ടുപോയി കൊടുത്തോട്ടോ. ശരിക്കും അവളുടെ ചേച്ചിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന് കൊടുത്തതാണ്. എനിക്ക് തോന്നിയത് ചേച്ചീൻ്റെ ആ ഹെയറിനായിരിക്കും കൂടുതൽ മാച്ചിങ് ആയിരിക്കാനാണ്. പക്ഷെ അവൾ ഇട്ടിട്ട് അവൾക്ക് മാച്ച് ആവണ്ട കേട്ടോ. അങ്ങനെ അത് അവൾ പറഞ്ഞു ചേച്ചിക്കൊന്നും കൊടുക്കില്ല, അവൾ തന്നെ സ്വന്തമാക്കാൻ പോലെയാണ്. ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മൾ വന്നിട്ടുള്ളത് അവളുടെ തറവാട്ടിക്കാട്ടോ. അവിടെ നിന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി സ്ഥലമൊക്കെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ പ്രകൃതി പച്ചപ്പ് അവിടെ ഉണ്ടാവും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സ്ഥലം. അപ്പോൾ അവിടെ വന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ അവളുടെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ നട്ട് വെച്ചിട്ടുള്ള ചെടിക്ക് വെള്ളം ഒഴിക്കണമെന്ന്. അപ്പോൾ ഒരു കുപ്പി വെള്ളമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. എൻ്റെ മിക്ക ഫോട്ടോസ് നിങ്ങൾക്ക് എടുത്ത് നോക്കിയാലും മനസ്സിലാവായിരിക്കും, വല്ല കാട്ടിലും പറമ്പിലൊക്കെ പോയിട്ടായിരിക്കും ഞാൻ കൂടുതൽ ഫോട്ടോസ് എടുക്കുക. എനിക്ക് അതാട്ടോ കൂടുതൽ ഇഷ്ടം. ഇന്ന് വൈകുന്നേരം ആണെന്നുണ്ടെങ്കിൽ ഞാനും ട്വിന്നിൻ്റെ അമ്മയും കൂടി അമ്പലത്തിൽ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ അതിന് തന്നെ പെട്ടെന്ന് കുളിച്ചിട്ടുണ്ടായിരുന്നു, കാരണം എനിക്ക് ഡെയിലി കുളിക്കണം ഗൈസ്. പക്ഷേ ട്വിൻ അങ്ങനെയല്ല, ട്വിന്നിൻ്റെ ഇരുത്തം കണ്ടാൽ തന്നെ മനസ്സിലായില്ലേ, വിഷമിച്ച്
വിഷമിച്ചിരിക്കുകയാണ് കുളിക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട്. അമ്പലത്തിൽ പോകാനുള്ള കുളിച്ചല്ലേ പറ്റുള്ളൂ. അങ്ങനെ പുള്ളിക്കാർ വിഷമിച്ചിട്ട് പോയി കുളിച്ചിട്ടുണ്ട്. പോണ വഴിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കട ഉണ്ടായിരുന്നിട്ട് ഇങ്ങനെ മൃഗങ്ങളെ പക്ഷികളൊക്കെ ഉള്ളത്. ടിന്നിൻ്റെ അമ്മ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് പെറ്റ് ലവറാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ അവിടെ നിന്ന് കയറി നോക്കണ്ടായിരുന്നു കിളീനെയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ കറുത്ത മുയലിനെ കേട്ടോ. എന്തൊക്കെയോ കൂട്ടാണ് ഗൈസ്. ഞാൻ ചെറുതായിട്ട് കൈയൊക്കെ വെച്ച് അതിന് തൊട്ടൊക്കെ ഉണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഗൈസ് ഇവിടെ അലൗഡഡ് അല്ല. പക്ഷേ ഗൈസ് എന്നും പറഞ്ഞ മാതിരി ഫ്യൂച്ചറിലെ ദേവിക റിച്ചായിട്ട് ഇതിനെയൊക്കെ പിടിച്ച് വളർത്തുന്നതായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് മൃഗങ്ങളെ. പക്ഷേ ഇവിടെ സമ്മതിക്കില്ല ഗൈസ് മൃഗങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട്. ഏതായാലും ആൻറ്റി മേടിച്ചിട്ടുണ്ടായിരുന്ന 4 കിളികളെ കേട്ടോ. എനിക്ക് തോന്നുന്നു ലവ് ബേഡ്സ് ആണെന്ന്. എനിക്ക് കിളികളെക്കുറിച്ച് തീരെ വിവരമില്ല കേട്ടോ. മൃഗങ്ങളെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. കാണുന്നു, ക്രഷ് അടിക്കുന്നു, വളർത്തണം തോന്നുന്നു, പക്ഷെ വളർത്താൻ പറ്റാറില്ല. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അതിനപ്പുറം ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഒന്നും എനിക്കില്ല കേട്ടോ. അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടുണ്ട്. പോണ വഴിയാണെന്നുണ്ടെങ്കിൽ ടിന്നിൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ടിന്നിൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിൽ കയറിയിട്ട് ഞാൻ പുള്ളിക്കാരിയാണ് വിചാരിച്ചിട്ട് അവർ, അതായത് ഞങ്ങളെ രണ്ടുപേരും കാണാൻ ഒരേപോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി ഗൈസ്. അങ്ങനെ വീട്ടിൽ വന്നിട്ട് നമ്മൾ കിളീനെയൊക്കെ കൊണ്ടുവന്ന് കൂട്ടിലിട്ടിട്ടുണ്ട്. നേരത്തെ കണ്ട ഡോഗ് എൻ്റെ ട്വിന്നിൻ്റെ ഡോഗാണ്, ടോമി എന്നാട്ടോ പേര്. അത് കഴിഞ്ഞിട്ട് രാത്രിയായപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുകയാണ്. ഫുഡ് കഴിക്കലെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഹെവി ആയിട്ടൊന്നും കഴിക്കാൻ തോന്നുന്നില്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനും തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ വിചാരിച്ച് മുട്ട പൊരിച്ച് കഴിക്കാൻ കേട്ടോ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാട്ടോ ബുൾസൈ ഉണ്ടാക്കി ട്വിൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണെന്ന് അറിയില്ല ഗൈസ്. പുള്ളിക്കാർ ഫുള്ളും കഴിച്ചിട്ടുണ്ട്. അല്ലട്ടെ ഗൈസ്, പുള്ളിക്കാർ അല്ലെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ അങ്ങനെ ഫുള്ളും കഴിക്കട്ടെ, എൻ്റെ മതിരൊന്നുമില്ല. അങ്ങനെ ഒരു സവാളോടെ കഴിച്ച് വിശപ്പം വന്നപ്പോൾ ചോറും കഴിക്കാനാണ് കേട്ടോ. പിന്നെ ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് അതിൽ നിന്ന് തന്നെ കണ്ടന്റ് ഒന്നുമില്ല. എന്തായാലും ചുമ്മാ എടുത്തപ്പോൾ ഇടണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാൻ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആ വീഡിയോ. ബൈ ഗൈസ്.